തൃശ്ശൂർ ഭയങ്കര വയലന്റ് ആയിരുന്നു. എൻ്റെ നാടാണ് തൃശ്ശൂർ ഭയങ്കര വയലന്റ് ആയിരുന്നു. അവിടെ പേരെടുത്ത 2 കൊട്ടേഷൻ ടീമും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു. കാശ് ഒരു പ്രശ്നമല്ല, കാര്യം നടന്നാൽ മതി. ഇത് പറയുന്നത് ശത്രുക്കൾ കൊട്ടേഷൻ ടീമിനോടല്ല, സ്വന്തം മാതാപിതാക്കൾ ഈ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ചെന്നിട്ട് പറയുന്നതാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതൊക്കെ ഉപയോഗിച്ച് ശാസ്ത്രീയമായി ഒരു മനുഷ്യനെ എങ്ങനെ ടോർച്ചർ ചെയ്യാമെന്ന് പഠിക്കാൻ ഹിറ്റ്ലർ 2 ദിവസം ഇവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ കോഴ്സ് 2 മാസത്തെയായിരുന്നു. പക്ഷേ 2-ാം ദിവസം പറഞ്ഞു നിനക്കൊക്കെ കണ്ണിച്ചോര ഉണ്ടോടാന്ന് വെച്ചിട്ട് പുള്ളി പോയിട്ട് ഗ്യാസ് ചേമ്പർ തുടങ്ങി. ഈ വക കോച്ചിങ് സെന്ററുകളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ. മുട്ടൊപ്പം ഇറക്കുള്ള ഒരു പാവാടിയിട്ട് ഒരു പെൺകുട്ടി ഒരു ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിലെ സ്പീക്കറിൽ മാത്സ് സാർ ഈ കുട്ടിയുടെ തന്തയ്ക്ക് വിളിക്കും. ഇയാൾ പൈതോറസ്തീകരം പഠിച്ച് പെൺപിള്ളേരുടെ പാവാടയുടെ ഇറക്കം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ കാലത്ത് മാതാപിതാക്കളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ സയൻസ് ഗ്രൂപ്പ് എടുക്കണം. എന്നാൽ സയൻസ് ഗ്രൂപ്പ് പഠിക്കണമെങ്കിലോ ആനത്തല ബുദ്ധി വേണം. ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത് പഠിച്ച ശശി തരൂരൊക്കെ ഇവരുടെ മുന്നിൽ വെറും ശശിയായിരുന്നു. ഐസക് ന്യൂട്ടൺ ഈ കാലഘട്ടത്തിൽ ജനിച്ചിരുന്നെങ്കിൽ പുള്ളി ഹ്യൂമാനിറ്റീസ് എടുത്തേനെ. കാരണം അത്ര പ്രഷറാണ് സയൻസ് എടുക്കുന്നതിന്. പിന്നെ ഐൻസ്റ്റീൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, മുടി വെട്ടാത്തതുകൊണ്ട് പുള്ളീനെ ക്ലാസ്സിലും കയറ്റില്ല.